Annyeonghaseyo. Hello, എല്ലാവർക്കും ദ ലൈഫ് സ്റ്റൈൽ പ്രോജക്റ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ദൈവം ആവശ്യത്തിന് സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണമെന്ന് എന്തായാലും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഇതേ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെ സ്കിൻ കെയർ ചെയ്യാനുള്ള കുറച്ച് പ്രൊഡക്ട്സിനെയാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. രണ്ട് ബ്രാൻഡ്സാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒന്ന് എംകഫീൻ ആൻഡ് രണ്ടാമത് അഷ്ടപതി ഹെൽത്ത് കെയർ. രണ്ട് ബ്രാൻഡ്സും അത്യാവശ്യം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. എങ്കിൽ പോലും എൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കിൻ ടൈപ്പിന് സൂട്ട് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടോൺ ആണ് കേട്ടോ. എസ്പെഷ്യലി ടീ സോൺ, മൂക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ ചില്ലിൻ്റെ അവിടെ ഒക്കെ പെട്ടെന്ന് ഓയിലി ആവുന്ന ഒരു പ്രകൃതിയാണ് ഉണ്ട്. നിങ്ങളുടെ സ്കിൻ അലർജിക്ക് ചില ഇൻഗ്രീഡിയൻസിനോട് അലർജി ഉണ്ടോ ഇല്ലയെന്ന് ഒരു ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. ഏത് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന മുന്നേ ഒന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി വൺസ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് വാട്ട് സൂട്ട്സ് മീ ബെസ്റ്റ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളതെന്നൊക്കെ കൺസൾട്ട് ചെയ്ത ശേഷമാണ് ഞാൻ ഓരോ പ്രൊഡക്ട്സും പർച്ചേസ് ചെയ്യാറ്. ഏത് പ്രൊഡക്ട്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും സൾഫേറ്റ്സ്, പാരബൻസ് ആൻഡ് SLS ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കും. കുറേ പേര് ഈ ലോക്ക്ഡൗൺ ആയ ശേഷം കുറേ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ റുട്ടീന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാത്തവർ കുറേ പേര് ഓൺലൈനിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോഴ്സിൽ പോയിട്ട് പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയിട്ടുള്ള റിവ്യൂസ് ബേസ് ചെയ്തിട്ടാണ് പലരും പ്രൊഡക്ട്സിനെ ജഡ്ജ് ചെയ്യുക. ബട്ട് ഡിസ്ക്ലെയിമർ, നിങ്ങൾ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം പ്രൊഡക്ട്സിനെ യൂസ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി സ്കിൻ അലർജിക് ആണെന്നുണ്ടെങ്കിൽ. നോർമൽ സ്കിന്നാണ് കുറേ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് മൈ റിവ്യൂ. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അഷ്ടപതി ഹെൽത്ത് കെയറിന്റെ പ്രൊഡക്ട്സ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ദേവാതാളി സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ്. സൾഫേറ്റ് മാത്രമല്ല കേട്ടോ, സൾഫേറ്റ് ആൻഡ് പാരബിൻ ഫ്രീ ഷാംപൂ ആണ്. ഷാംപൂവിന്റെ ഒരു ഹണ്ട് തന്നെയാണ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. കുറേ ഷാംപൂസ് ട്രൈ ചെയ്ത് നോക്കി. കുറേ കെമിക്കൽ ബേസ്ഡ് ഷാംപൂ, കുറേ ഓർഗാനിക് ഷാംപൂ, കുറേ ആയുർവേദിക് ഷാംപൂസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് എല്ലാ ഷാംപൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ മസ്റ്റായിട്ട് വരുന്ന ഒരവസ്ഥയാണ്. കാരണം മുടി അത്രത്തോളം ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഷാംപൂ യൂസ് ചെയ്ത ശേഷം എനിക്ക് കണ്ടീഷണർ യൂസ് ചെയ്യണം മസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പൽസറി ആയിട്ട് തോന്നിച്ചിട്ടില്ല. വളരെ ജെന്റിൽ ആൻഡ് സോഫ്റ്റ് ആണ് ഈ ഷാംപൂ. ഒരു ഡെയിലി ഷാംപൂ ആയിട്ടാണ് എനിക്ക് തോന്നിച്ചത്. അല്ലാണ്ട് ഓയിലിംഗ് ചെയ്ത ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമില്ല. മുടീനെ ഡ്രൈ ഔട്ട് ചെയ്യുന്നില്ല. പിന്നെ എക്സ്ട്രീം ഡ്രൈ സ്കാൽപ്പായിട്ടുള്ള ഒരു ഹെയർ അല്ലെങ്കിൽ ഒരു സ്കാൽപ്പ് ടെക്സ്ചറാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ഈ ഒരു ഷാംപൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എഴുതിയിരിക്കുന്നത് കുറേ ഇംഗ്ലീഷ് അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ബട്ട് ബേസിക്കലി ഞാൻ പറയാം, ചെമ്പരത്തി, തുളസി, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഈ കാച്ചെണ്ണയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ലാദറിങ് ഇഫക്റ്റ് ചോദിക്കുകയാണെങ്കിൽ വളരെയധികം ലാദറൊന്നും ചെയ്യുന്നില്ല. സോ ആ ലാദറിങ് ഏജന്റ് അടക്കം അവരത് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അത് ചെമ്പരത്തി വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോം, അതിനേക്ക് കുറച്ചുകൂടി അധികം ഫോം ഉണ്ടെന്ന് പറയാം. ആ ഒരു ടെക്സ്ചറാണ് കിട്ടുന്നത്. പിന്നെ ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് നടക്കും അല്ലെങ്കിൽ ഹെയർ തിക്കാവും, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഷാംപൂവിന്റെ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞാൽ ഹെയറിനെ ക്ലെൻസ് ചെയ്യാന്നുള്ള ഒരൊറ്റ ഫംഗ്ഷനാണ്. സോ ആ ഒരു ബേസിസിൽ എനിക്കൊരു ഈ ഷാംപൂ വളരെയധികം ഇഷ്ടമായി. നമ്മൾ ഉള്ളൊരു ടെക്സ്ചർ, ഒരു ഹെയറിന്റെ ടെക്സ്ചറിനെ റൂയിൻ ചെയ്യാണ്ട് അതിന്റെ പണി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് പറയുന്നത് നമ്മളുടെ അഷ്ടപതിയുടെ തന്നെ മഡ് സോപ്പാണ്. മഡ് സോപ്പ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കോലത്തിലല്ല. ഞാൻ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് പിന്നെയും വാങ്ങിക്കും കേട്ടോ. പിന്നെയും വാങ്ങിച്ചിട്ട് ഞാൻ നിങ്ങൾക്കത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. വേണമെങ്കിൽ ആ ഒരു ബോക്സ് അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ്. ഞാനിത് യൂസ് ചെയ്യുന്ന മുന്നേ ആയിട്ട് ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലിപ്പ് ഞാനതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാണാമെന്നൊക്കെ ഉണ്ടാവും. സോപ്പ് നമ്മൾ നോർമൽ സോപ്പ് പോലെ തന്നെയാണ്. ബട്ട് ഫ്രേഗ്രൻസ് വളരെ നല്ലൊരു സട്ടൽ ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് സ്വതവേ എർത്തലി സ്മെൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ സോപ്പ് നല്ലോണം ഇഷ്ടമാണ്. എംകഫീൻ ബ്രാൻഡാണ് കേട്ടോ നെക്സ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഷ്ടപതിയുടെ പ്രോഡക്ട്സ് എനിക്ക് അയച്ചു തന്നിട്ട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് ആയിരുന്നു. എൻ്റെ ജെന്യുവൻ റിവ്യൂ ആണ് കേട്ടോ ഞാനെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒന്നും ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. അപ്പോൾ പ്രൊഡക്ട്സ് ഞാൻ റിവ്യൂ ചെയ്ത് എന്തായാലും ഷുവറായിട്ട് ഞാൻ അഷ്ടപതിയുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ.
എം കഫേയിൽ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് ഉണ്ടാവും. എം കഫെയിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് എല്ലാത്തിലും ഈ മറ്റു ബ്രാൻഡും അതായത് അഷ്ടപതി ഹെൽത്ത് കെയറും എല്ലാം വെബ്സൈറ്റ്സിൽ കിട്ടും. ആമസോണ്, നൈക്കയിൽ എല്ലാത്തിലും അത് അവൈലബിൾ ആണ്. ആൻഡ് സോ ഇസ് എം കഫെയിൻ. എം കഫെയിനും മിന്ത്രയിലായാലും ശരി, ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും അത് അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്യാം. ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നത് ബ്രാൻഡിൻ്റെ സ്വന്തം വെബ്സൈറ്റ്സിന് പർച്ചേസ് ചെയ്യാണ്. കാരണം ചില സമയത്ത് ഫേക്സ് കിട്ടാനായിട്ടുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഇപ്പോഴും ഓൺലൈന് ഡയറക്റ്റ് വെബ്സൈറ്റാണെന്നാണ് പർച്ചേസ് ചെയ്യാറ്. പ്ലസ് ഓഫേഴ്സ് കുറച്ചുകൂടി നല്ല ഓഫേഴ്സ് ഞാൻ നോക്കിയിടത്തോളം എനിക്ക് എം കഫേൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിലാണ്. അവർ ബർത്ത്ഡേ സെയിൽ, ആ സെയിൽ, ഈ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും. ആൻഡ് കൂപ്പൺ കോഡ്സ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല നല്ല കൂപ്പൺ കോഡ്സ് കിട്ടും. അത് വെച്ചിട്ട് അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഇത് വളരെ ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വീഡിയോ അത്യാവശ്യം നല്ല ലോങ് ആയിരിക്കും. ഞാൻ കുറേ പ്രൊഡക്ട്സ് ഇങ്ങനെ എം കഫേന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്, എം കഫേൻ്റെ കോഫി സ്ക്രബ്, കോഫി ഫേസ് സ്ക്രബാണ് കേട്ടോ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടെക്സ്ചറൊക്കെ അത്യാവശ്യം നല്ല ടെക്സ്ചറാണ്, കുറച്ച് റഫ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക അബദ്ധം തന്നെ പറയാം, ഇതൊരു വാൾനട്ട് ബേസ്ഡ് സ്ക്രബാണ്. വാൾനട്ടിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്. വാൾനട്ട് ബേസ്ഡ് സ്ക്രബ്സ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഈ അടുത്തായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ആ കേട്ടതിന് മുൻപായിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. ആൻഡ് ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം പർച്ചേസ് ചെയ്തു. കാരണം എനിക്ക് വാൾനട്ട് ബേസ്ഡ് സ്ക്രബ്സ് വളരെ ഇഷ്ടമാണ്. അതൊക്കെ ഇട്ട് അത്യാവശ്യം ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സോ എല്ലാം കൂടെ തെറിച്ച് പോകുന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഇത് അത്യാവശ്യം സ്കിന്നിൽ കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ. ഈ ഒരു സ്ക്രബ് ഞാൻ ഡ്രൈ സ്കിന്നുകാർക്ക് ഒട്ടും തന്നെ റെഫർ ചെയ്യില്ല. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള സ്ക്രബേ അല്ല ഈ ഒരു എം കഫേൻ്റെ സ്ക്രബ്. നമ്പർ 1, നമ്മളെ സ്കിന്നിനെ അത്യാവശ്യം അത് ഒരു മാറ്റിഫൈ അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിങ് തരാറുണ്ട് ആഫ്റ്റർ സ്ക്രബിങ്. ആൻഡ് സോ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് സ്ക്രബ് വൺസ് ഇൻ എ വീക്കാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ ഒരു സ്ക്രബും കൂടി ആകുമ്പോൾ അത് കുറച്ചുകൂടി ഡ്രൈ ഔട്ട് ആവും. സോ ഐ തിങ്ക് എം കഫേൻ ഇസ് നോട്ട് എ സ്ക്രബ് ഫോർ ഡ്രൈ സ്കിൻ. ഇതൊരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബാണ്. അടുത്തതായിട്ട് എം കഫേൻ്റെ കോഫി റേഞ്ചിൽ തന്നെ ഉള്ളൊരു ഫേസ് വാഷാണ്. ഈ ഫേസ് വാഷിനും മണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ആൻഡ് ഇതിൽ ചെറിയ ചെറിയ ഒരു മൈക്രോ ബീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഇങ്ങനെ പോപ്പ് ചെയ്ത് പൊട്ടുന്ന ടൈപ്പ് ഒരു കുഞ്ഞു ബീഡാണ്. വലിയ സ്ക്രബിങ് എഫക്റ്റ് ഉള്ള ബീഡൊന്നല്ല. എന്നാലും ഇറ്റ് ഇസ് ഓക്കെ, ഒരു ആവറേജ് ഒരു ഫേസ് വാഷ് ആയിട്ട് എനിക്ക് തോന്നി. സ്മെൽ വൈസ് എനിക്ക് അത്രയധികം ഇഷ്ടമായില്ല. കാരണം കോഫിയുടെ യാതൊരു സ്മെല്ല് എനിക്ക് ഇതൊന്നും എടുക്കില്ല. വേറെ ബാക്കിയുള്ള പ്രൊഡക്ട്സിൽ കുറച്ചെങ്കിലും കോഫിയുടെ ഫ്രേഗ്രൻസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എം കഫേൻ്റെ ബോഡി സ്ക്രബാണ്. ഇതും ഒരു കോഫി സ്ക്രബാണ്. ഇതിന്റെ മണം എക്സാക്ട്ലി ലൈക്ക് കോഫി, അതായത് റോ കോഫീനെ ഗ്രൗണ്ട് ചെയ്തൊരു ബോക്സിനകത്ത് ഇട്ടൊരു ഫീലാണ് കേട്ടോ. നാച്ചുറൽ കോഫി അവൈലബിൾ. നമുക്ക് ശരിക്കും കോഫി ബീൻസ് വാങ്ങിച്ചിട്ട് അതിനെ പൊടിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എത്രത്തോളം കോസ്റ്റ് എഫിഷ്യൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിനേക്കാട്ടിലും റേറ്റ് കുറവായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ജസ്റ്റ് ഇത് അറിയാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഇതൊക്കെ കോംബോ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇൻഡിവിജ്വൽ പാക്കല്ല, കോംബോ പാക്ക് ആയിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഇതൊരു ഓയിലിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. ബട്ട് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് എനിക്ക് തോന്നിയില്ല. ഇതിൽ അവർ ക്ലെയിം ചെയ്യുന്നത് സെല്ലുലൈറ്റ് റിഡക്ഷൻ, സ്ട്രെച്ച് മാർക്സ് ഉള്ളവർക്ക് സ്ട്രെച്ച് മാർക്സിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട്, പിന്നെ ടാനിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, ടാനിങ് ഇമ്പ്രൂവ് അല്ല, ടാനിങ്ങിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം പുറത്തു പോകാത്തതുകൊണ്ട് ടാനിങ് വളരെ കുറവാണ്. സോ ഇത് ടാനിങ്ങിന് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബോഡി ഇതിൽ യൂസ് ചെയ്തു. ബോഡി കുറച്ച് സോഫ്റ്റ് ഒക്കെ ആവുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന കോഫി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ അത്യാവശ്യം സിമിലർ ഇഫക്റ്റ് തന്നെയാണ് വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നോർമൽ കോഫി സാഷേസ് കിട്ടുന്നത്. ബട്ട് 1 rupees എന്തായാലും കോഫി സാഷ് കിട്ടും. ദാറ്റ് ഈസ് മോർ ഇക്കണോമിക്കൽ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഈ കോഫിയുടെ ബോഡി സ്ക്രബ് പർച്ചേസ് ചോദിച്ചാൽ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യില്ല കേട്ടോ.
കാരണം എനിക്കിത് അത്രയ്ക്ക് ടു ഡൈ ഫോർ പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയത്. കുറേ റിവ്യൂസ് കണ്ടു, വളരെ ഹൈപ്പ് ചെയ്തിട്ട് നടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിത് ഇതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തത്. ബട്ട് എനിക്ക് ഇത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡീനെ സ്മൂത്ത് ചെയ്യുന്നുണ്ട്, അതെന്തായാലും ഉണ്ട്. അല്ലാതെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫാക്ടേഴ്സ് എനിക്കില്ല, പുറത്തൊന്നും പോകുന്നില്ല. സോ അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുന്നുള്ള എനിക്കറിയില്ല, അത് പറയാൻ പറ്റില്ല. സോ എന്തായാലും നിങ്ങൾ കുറേ പുറത്തൊക്കെ പോകുന്ന, കുറേ വെയിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതായിട്ട് ട്രൈ ചെയ്തിട്ട് ടാനിങ്ങിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കണ്ടോ. അടുത്ത് നമ്മളുടെ എം കഫേന്റെ കോഫി ബോഡി പോളിഷിംഗ് ഓയിലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഓയിലിന്റെ കൂടെയാണ് കോംബോ ആയിട്ട് സ്ക്രബ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ആ ഓയിൽ. എനിക്ക് നമ്മളുടെ പാക്ക് പോലെ അല്ലെങ്കിൽ മാസ്ക് പോലെ തന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇത് എന്തുകൊണ്ട് ഇഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മളെ എൽബോസിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയാസിലാണ് ഞാൻ അധികം അപ്ലൈ ചെയ്തത്. എൻ്റെ എൽബോ പോർഷൻ ആൻഡ് നീ പോർഷനൊക്കെ അത്യാവശ്യം കുറച്ച് ഡാർക്ക് ആൻഡ് ഡ്രൈ ആയിരുന്നു. സോ അതിനെ സോഫ്റ്റ് ആക്കി ആ ഒരു സ്കിൻ പാർട്ടിനെ ലൈറ്റനിങ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റാണ് കേട്ടോ ഇതിന് എനിക്ക് കിട്ടിയത്. സോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഓയിൽ ബേസ്ഡ് ഫോമുല എന്നല്ല, അതൊരു ഓയിലാണ്. എങ്കിൽ പോലും ഒരു ഓയിലി ഇഫക്റ്റ് ഇല്ല. പിന്നെ അത് നമ്മൾ ബോഡീനെ മോയ്സ്ചറൈസ് ചെയ്ത ശേഷം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അടുത്തത് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത് എം കഫേന്റെ തന്നെ ഒരു റോ കോഫിയുടെ ഒരു ഫേസ് മാസ്ക് ആണ്. ഈ ഒരു എൻറ്റയർ ഹോൾ, അതായത് ഷോപ്പിംഗ് ഹോൾ അല്ലെങ്കിൽ ഒരു പർച്ചേസിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. എൻ്റെ സ്കിൻ ടൈപ്പിനെ ഏറ്റവും അധികം സൂട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു മാസ്ക് അല്ലെങ്കിൽ ഒരു പാക്കാണത്. ഇത് വളരെ വളരെ നല്ലൊരു പ്രത്യേക തരം ഒരു സ്മെല്ലാണ്, വളരെ ഓവർ പവറിങ് ആയില്ല. അത്യാവശ്യം ഒരു ചോക്ലേറ്റി ഒരു ഫ്രേഗ്രൻസ് ആണ്. സത്യം പറഞ്ഞാൽ തുറക്കുമ്പോൾ ഇത് കഴിക്കാനുള്ളൊരു ഫീലിംഗ് ആണ് അധികം തോന്നാറ്. ദാൻ അപ്ലൈങ് ഓൺ മൈ ഫേസ്. ഇത് കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ടോൺസിന് വളരെയധികം ഗുണം. ഡ്രൈ സ്കിന്നായിരിക്കും യൂസ് ചെയ്യാം ഇത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മാസ്ക് ഫോർ ഓൾ കൈൻഡ് ഓഫ് സ്കിൻ ടോൺസ്. ഞാൻ അധികം കോഫി റേഞ്ചാണ് പർച്ചേസ് ചെയ്തത് ഓവർ ദി ഗ്രീൻ ടീ വേർഷൻ. ഗ്രീൻ ടീ ആണ് ആക്ച്വലി ഓയിലി സ്കിൻ ടൈപ്പുകാർക്കുള്ള ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് എം കഫേൻ്റെ. ബട്ട് എനിക്ക് എം കഫേൻ്റെ എന്തോ ഗ്രീൻ ടീ സീരീസ് ട്രൈ ചെയ്യാനായിട്ട് തോന്നില്ല. കോഫി ബേസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ കോഫി ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ഞാൻ ഏറ്റവും അധികം കണ്ടിരിക്കുന്നത് എം കഫേൻ ബ്രാൻഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റേഞ്ച് ട്രൈ ചെയ്യാനാണ് അധികം ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അടുത്ത ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഹാൻഡ് ക്രീമാണ്. ഇത് അതിൻ്റെ ഫുൾ സൈസ് ഹാൻഡ് ക്രീം തന്നെയാണ് കേട്ടോ. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പർച്ചേസിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹാൻഡ് ക്രീമാണ്. ഇതും നല്ലൊരു കോഫിയുടെ ഫ്രേഗ്രൻസ് ആണ്. അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫി ഫ്രേഗ്രൻസ് ആണ്. പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ഫുഡൊക്കെ കഴിച്ച ശേഷം സാനിറ്റൈസ് ഒക്കെ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഹാൻഡിൽ മീൻസ് കുറച്ചൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ടല്ലോ ഈ ഒരു സാനിറ്റൈസർ യൂസ് ചെയ്ത ശേഷം. അപ്പോൾ ആ ഡ്രൈ ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസിങ് കൊടുക്കാനായിട്ട് ഹാൻഡ് ക്രീം യൂസ് ചെയ്യാം. എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടമായി ഹാൻഡ് ക്രീം. ഫ്രീ ആയിട്ട് കിട്ടിയ പ്രൊഡക്റ്റാണ്. ബട്ട് എനിക്കിതും അത്യാവശ്യം വളരെയധികം ഇഷ്ടമായി. ആണ് എൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇൻ ടേംസ് ഓഫ് എം കഫീൻ ബ്രാൻഡ് ആസ് വെൽ ആസ് നമ്മളുടെ അഷ്ടപതി ഹെൽത്ത് കെയർ. അഷ്ടപതി ഹെൽത്ത് കെയറിന്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള ഷാമ്പൂ ഞാൻ എന്തായാലും റീപർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മഡ് സോപ്പ് എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഇഷ്ടമായി. ബട്ട് ഞാൻ അധികം ഷവർ ജെൽസ് ആണ് യൂസ് ചെയ്യാറ്. സോ ആ ഒരു കൺവീനിയൻസ് പാർട്ട് കമ്പാരിസണിൽ എനിക്ക് തോന്നുന്നു ഐ വിൽ ഗോ ഫോർ ബോഡി ഷവർ ജെൽസ്. എനിക്ക് അധികം ഇഷ്ടം അല്ലെങ്കിൽ അധികം കംഫർട്ടബിൾ യൂസ് ചെയ്യാൻ അതാണ്. ബട്ട് ഷാംപൂ ഇസ് റിയലി ഗുഡ്. ഷാംപൂ എനിക്ക് വളരെയധികം ഇഷ്ടമായി ആൻഡ് റീപർച്ചേസ് എന്തായാലും ചെയ്യും. കാരണം നമ്മളെ ഹെയറിന് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ ആണ് കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഡ്രൈ ഔട്ട് ചെയ്യുന്നില്ല. കണ്ടീഷണറിന്റെ യൂസിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് റിയലി ഗുഡ് അക്കോർഡിംഗ് ടു മീ. എം കഫേന്റെ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതെന്തായാലും അവരുടെ ഹാൻഡ് ക്രീം ഞാൻ പർച്ചേസ് ചെയ്യും.
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രോഡക്റ്റ് അവരുടെ ഫേസ് മാസ്ക് ആണ്. ഫേസ് മാസ്ക് ഇസ് അമേസിങ്. അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മെന്തോളിന്റെ കണ്ടന്റ് ഉണ്ട് തോന്നുന്നു. വളരെയധികം ഒരു കൂളിംഗ് എഫക്റ്റ് അതിന് ഉണ്ട്. പിന്നെ അവരുടെ ബോഡി പോളിഷിംഗ് ഓയിൽ. അപ്പോൾ ഈ 3 പ്രോഡക്ട്സ് ആണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് എം കഫീൻ ബ്രാൻഡിൽ നിന്ന്. വേറെസ് ഞാൻ റീപർച്ചേസ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അവരുടെ ഫേസ് സ്ക്രബ്, ബോഡി സ്ക്രബ് ആൻഡ് ഫേസ് വാഷ് ആണ് എനിക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു ജനറിക്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിട്ടാണ് തോന്നിച്ചിരിക്കുന്നത്. ഒരു കോഫി ബേസ്ഡ് ഫേസ് വാഷ് ആയി തോന്നിയില്ല. കാരണം കോഫിയുടെ യാതൊരു ഫ്രേഗ്രൻസ് അതിലില്ല. ആൻഡ് സാധാരണ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫേസ് വാഷ് മാത്രമാണ്. നിങ്ങൾ എന്തായാലും ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണ മുന്നേ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ വട്ടം നിങ്ങൾ ഓൺലൈനിലായാലും ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വെച്ച് മാച്ച് അല്ലെങ്കിൽ ആ റെഫറൻസ് ബേസ് ചെയ്ത് പ്രൊഡക്ട്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. എം കഫീൻ ക്ലെയിം ചെയ്യുന്നത് അവരുടെ എല്ലാ പ്രൊഡക്ട്സും SLS പാരബൻ ഫ്രീ ആണ്, FDA അപ്രൂവ്ഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് നോട്ട് ടെസ്റ്റഡ് ഓൺ ആനിമൽസ്. സോ ആ ഒരു ബേസിസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എം കഫീൻ എന്ന ബ്രാൻഡ് അത്യാവശ്യം ഇഷ്ടമാണ്. കാരണം നമുക്ക് കുറച്ചുകൂടിയും ഒരു ബ്രാൻഡ് എന്താ ക്ലെയിം ചെയ്യണം ആ ഒരു ബേസിസിൽ പോയ ശേഷം സ്കിന്നിന് അത്ര വലിയ അലർജീസോ അല്ലെങ്കിൽ വല്ല നെഗറ്റീവ് റിയാക്ഷൻസോ നമുക്ക് ഇന്ന് വരെ ഒരു പ്രൊഡക്റ്റും എം കഫീൻ്റെ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ എം കഫീൻ്റെ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, ഫേസ് മാസ്ക്, ബോഡി സ്ക്രബ്, ബോഡി പോളിഷിംഗ് ഓയിൽ, ഈ എല്ലാം പ്രോഡക്ട്സ് ആണ് ഞാൻ